ജയജീവിതം എന്നുള്ളത് നമ്മുടെ ജീവിത ശൈലിയാണ്. ജയമില്ലാത്ത ഒരു ജീവിതമല്ല നമ്മുടെ ജീവിതം. അതായത് ഈ ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ ജയം വേണം. എന്തിനെ? പിശാചിനെ ജയിക്കണം, പാപത്തെ ജയിക്കണം, പിശാച് കൊണ്ടുവരുന്ന എല്ലാ തന്ത്രങ്ങളെയും നാം ജയിക്കണം. ഒന്നുകൂടി പറഞ്ഞാൽ അതിജീവിക്കണം. ഇന്ന് ഭൂമിയിൽ കാണുന്ന എല്ലാ ജീവികളും അതിജീവനത്തിലാണ്, അതിജീവനത്തിൻ്റെ പാതയിലാണ്. ഉറുമ്പ്, അതിനെ എന്തോരം നമ്മൾ കൊല്ലാൻ നോക്കി, അവരതിനെയെല്ലാം അതിജീവിച്ച് അവരുടെ കൂടെല്ലാം നമ്മൾ വീണ്ടും മണ്ണൊക്കെ തട്ടിയിട്ടു, ആ മണ്ണെണ്ണ ഒഴിച്ചു, DDT പൗഡർ ഇട്ടു, അവരെല്ലാം വീണ്ടും അവിടെ നിന്ന് വീണ്ടും കരകയറി അതിജീവിക്കുക. നമ്മുടെ വീട്ടിലെ എലിയെ നമുക്ക് ഇതുവരെയും തോൽപ്പിക്കാൻ പറ്റിയോ? എലിപ്പെട്ടി, എലിക്കത്രിക, എലിവിഷം എന്ന് വേണ്ട, ഇലക്ട്രിക്കൽ എലിപ്പെട്ടി ഓടിച്ചിട്ട് തല്ലിക്കൊല്ലുക, എന്തെല്ലാം പരിപാടി നമുക്ക് ചെയ്യാം, അത് മുഴുവൻ ചെയ്തു. എലിയെ തോപ്പിച്ച് ഇല്ലത്തിന് വരെയും തീ കൊടുത്ത ആൾക്കാരുണ്ട്. എന്നിട്ട് എലിയെ തീർക്കാൻ പറ്റിയോ? ഇല്ല. ലോകത്തിലെ ഏറ്റവും നല്ല രാജ്യങ്ങളിലൊന്നായ ഓസ്ട്രേലിയ എലി പെരുകിയപ്പോൾ പേടിച്ചുപോയി. കാരണം അവരെ തോപ്പിക്കാൻ പറ്റില്ല. കാരണം അവരിൽ തന്നെ ജീവനുണ്ട്, അതിജീവനത്തിൻ്റെ ശക്തിയുണ്ട് എല്ലാ ജീവികൾക്കും. കൊതുകിനെ തോൽപ്പിക്കാൻ നമുക്ക് പറ്റിയോ? ഇന്ന് വരെയും പറ്റിയിട്ടില്ല. കൊതുകിനെതിരെ എന്തെല്ലാമാണ്. കൊതുക് തിരി, കൊതുകിനെ പിടിക്കാനുള്ള, കൊതുകിനെ തടയാനുള്ള കൊതുക് വല, പിന്നെ പല ലോഷനുകൾ, എന്തെല്ലാം ക്രീമുകൾ, ഇതെല്ലാം ആയിട്ടും കൊതുക് കുറയുന്നില്ല, കൂടുന്നേ ഉള്ളൂ. ഇവരെല്ലാം ജീവനുള്ളതെല്ലാം ഈ സമൂഹത്തിൽ അതിജീവിക്കുന്നു എങ്കിൽ സമൃദ്ധിയായ ജീവനുള്ളവർക്ക് അതിജീവനത്തിൻ്റെ മുന്നേറ്റം മാത്രമേ ഉള്ളൂ. നമുക്കൊരിക്കലും തോറ്റുപോകാൻ കഴിയില്ല. ദൈവത്തിൽ നിന്ന് ജനിച്ചവരും ദൈവത്തിൻ്റെ പ്രധാന അല്ലെങ്കിൽ സ്വരൂപത്തിൽ സാദൃശ്യത്തിലുള്ളവരാണ്. നമുക്ക് പരാജയപ്പെടാൻ കഴിയില്ല. പരാജയങ്ങളുണ്ടാകും, താഴ്ചകളുണ്ടാകും. താഴ്ചകളുള്ളത് കൂടുതൽ ഉയർച്ചകളിലേക്ക് കയറാനാണ്. എളിയവനെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്നു. അപ്പം ഇതെല്ലാം ഉണ്ടാകും, എങ്കിലും നാം തോറ്റുപോകില്ല. വിശ്വസിക്കാം. ഈ സന്ദേശങ്ങൾ നിങ്ങളുടെ ഹൃദയത്തെ കയറി പിടിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ചേർന്ന് പാടി യേശുവിനെ ആരാധിക്കും. तूने किया खाली अपने आप को, जोड़ी सारी महिमा, होकर खुदा किए शून्य अपने आप को, बना मनुष्य समान, बन गया दास समान। मृत्यु सही, हाँ मृत्यु क्रूस की, और हुआ सबसे महान। तू राज करे, तू राज करे, तू राज करे सारी दुनिया पे। घुटने टिके, सारे घुटने टिके, घुटने टिके यीशु नाम के लिए। तू
वध जो हुआ निर्दोष में बना, तेरा है सारा अधिकार। तू राज करे, तू राज करे, तू राज करे सारे दुनिया पे। घुटने टिके सारे घुटने टिके, घुटने टिके यीशु नाम के लिए। तू राज करे, तू राज करे, तू राज करे सारे दुनिया पे। घुटने टिके सारे घुटने टिके, घुटने टिके यीशु नाम के लिए। कल आज और सर्वदा यीशु तू ही है खुदा। कल आज और सर्वदा यीशु तू ही है खुदा। तू राज करे, तू राज करे, तू राज करे सारे दुनिया पे। घुटने टिके सारे घुटने टिके, घुटने टिके यीशु नाम के लिए। तू राज करे, तू राज करे, तू राज करे सारे दुनिया पे। घुटने टिके सारे घुटने टिके, घुटने टिके यीशु नाम के लिए। എനിക്കറിയാം ലാസറിൻ്റെ കല്ലറക്കൽ ഞാൻ നിങ്ങളെ നിർത്തിയിട്ട് കുറേ സമയമായെന്ന് അറിയാം. ഇന്നലെ നിർത്തിയതാണ്. നമുക്കെല്ലാം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നുള്ളൊരു ആകാംക്ഷയുണ്ട്. നമുക്ക് ഉറപ്പാണ് എന്താ സംഭവിക്കുന്നത്. യേശു ഉണ്ടോ അവിടെ നെഗറ്റീവ് ഒന്നും സംഭവിക്കില്ല. എല്ലാ വിലാപങ്ങളും നൃത്തമായി മാറും. യേശു എവിടെയുണ്ടോ വിലാപങ്ങൾ നൃത്തമാകും. രട്ടഴിച്ച് ഉത്സവ വസ്ത്രം ധരിപ്പിക്കുന്നവനാണ്. അപ്പോൾ നമ്മുടെ അവസ്ഥകളെ മാറ്റാൻ, യേശുവിൻ്റെ അമിത ബലത്തിൽ ശക്തിപ്പെടാൻ എഫേസ്യ ലേഖനം 6:10 പറയുന്നു. കർത്താവിൻ്റെ അമിത ബലം വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ അളവറ്റ ശക്തിയുടെ വലിപ്പം, ഇതെല്ലാം കൂടി ചേർത്ത് വായിച്ചു കഴിഞ്ഞാൽ ഒരു വിശ്വാസിക്ക് പരാജയപ്പെടാൻ ഒരു പഴുത് പോലുമില്ല. എന്നിട്ടും ചില പഴുത് കണ്ടുപിടിച്ച് പരാജയത്തെ പറയുന്ന ആൾക്കാരുണ്ട്. അവർ വീണ്ടും ജനിച്ചവരല്ല, അവർ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ഒരു ജീവിത ശൈലിയുള്ളവരല്ല, ഏതോ പാരമ്പര്യ കെട്ടുകളിൽ കിടക്കുന്നവരാണ്. വിശ്വാസത്തിൽ വന്നിട്ട് പാരമ്പര്യക്കാരായി മാറുന്നത് എന്തൊരു അത്ഭുതമാണ്. പുറമേ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കും. ഇല്ല, അകമേ വിശ്വാസമാണ്. അകത്തെ മനുഷ്യനിൽ ജീവിക്കാത്ത ഒരാൾക്കും ക്രിസ്തീയ ജീവിതം ആനന്ദിക്കാനും ആസ്വദിക്കാനും കഴിയില്ല. സഭകളിൽ വരുന്നവരെ കണ്ടില്ല, അവർ ചിരിക്കൂല, ഭയങ്കര സീരിയസ് ആണ്. ദൈവരാജ്യം ഭക്ഷണവും പാനീയവും അല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലെ സന്തോഷമാണ്. ആർക്കെങ്കിലും ഭൂമിയിൽ ചിരിക്കാൻ കഴിയുമെങ്കിൽ അത് പ്രാർത്ഥിക്കാൻ വരുന്നവർക്കാണ്, കൂട്ടായ്മയിലുള്ളവർക്കാണ്. അപ്പം തെറ്റായ രീതികളെയെല്ലാം നമുക്ക് നിർത്തിക്കളയാം. കർത്താവിൽ എപ്പോഴും സന്തോഷിക്കാൻ നമുക്ക് കർത്താവ് കൃപ തരട്ടെ. ലാസറിൻ്റെ കല്ലറക്കൽ യേശു വന്നു എന്നറിഞ്ഞപ്പോൾ മാർത്ത ഓടി വന്നു, കർത്താവേ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരനെ ഇങ്ങനെ സംഭവിക്കുകയില്ലായിരുന്നു. വാസ്തവം, യേശു ഉണ്ടെങ്കിൽ അനുവദിക്കില്ല, അത് അങ്ങനെ തന്നെയാണ്. എന്നാൽ യേശു അവിടെ ഉണ്ടായിരുന്നില്ല.
അത് കൂടുതൽ അത്ഭുതത്തിന് കാരണമായി. യേശു ഉള്ളത് അത്ഭുതമാണെങ്കിൽ യേശു ഇല്ലാത്ത സമയം എന്തെങ്കിലും സംഭവിച്ചാൽ അത് മഹാത്ഭുതം. യേശു സ്നേഹിക്കുന്ന വീടുകളിൽ മറുപടികൾ വൈകാറുണ്ട്. അതിലൊരു വീടാണിത്. അത് ഒരു അത്ഭുതത്തിനല്ല, മഹാത്ഭുതത്തിനാണ്. മറുപടികൾ വൈകട്ടെ, യേശു ഉണ്ടോ എന്നുള്ളതാണ് വിഷയം. എങ്കിൽ നിന്റെ വീട് രക്ഷപ്പെടും. ഇന്ന് ഒത്തിരി പേരെ ഇത് ധൈര്യപ്പെടുത്തട്ടെ. 22-ാം വാക്യം, ഇപ്പോഴും നീ ദൈവത്തോട് എന്തപേക്ഷിച്ചാലും അവൻ നിനക്ക് തരും എന്ന് ഞാൻ അറിയുന്നു. മാർത്തയുടെ വിശ്വാസം കണ്ടോ? ഇപ്പോഴും നീ എന്ത് ചോദിച്ചാലും നിനക്ക് തരും. നീ ചോദിച്ചാൽ തരും. പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ച് മാർത്ത പറയുകയാണ്. യേശു പ്രാർത്ഥിച്ചാൽ ഇപ്പോഴും 4 ദിവസമായി. തുടക്ക സമയത്ത് മാർത്ത ഭയങ്കര ഒരു ടെൻഷൻ പിടിച്ച ഒരു സ്ത്രീയായിരുന്നു. അടുക്കളയെ ഫോക്കസ് ചെയ്ത് നിന്നവളാണ്. എന്നാൽ മാർത്തയെ യേശു ഒന്ന് ശാസിച്ചു. അല്പമേ വേണ്ടു, അല്ല ഒന്ന് മതി. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തു. അത് മാർത്തയെ മാറ്റിമറിച്ചു. ഇപ്പോൾ മാർത്ത പറയാണ്, കർത്താവേ, നീ ഇപ്പോൾ എന്ത് ചോദിച്ചാലും. ഒന്ന് അവൾ പറഞ്ഞു, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അത് സംഭവിക്കില്ലായിരുന്നു. സാരമില്ല, ഇപ്പോൾ നീ ഇവിടെ വന്നല്ലോ, ഇപ്പോൾ നീ ചോദിച്ചാൽ അത് നടക്കും. നടന്നിരിക്കും. അപ്പോൾ യേശു എന്തു പറഞ്ഞു? യേശു അവളോട്, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞു. യേശു അവിടെ ചെന്നത് ഉയർത്തെഴുന്നേൽപ്പിക്കാനാണ്. യേശു ഒരു കാര്യം ചെയ്തിട്ട് വിളിച്ചു പറയുന്ന ആളല്ല, വിളിച്ചു പറഞ്ഞിട്ട് ചെയ്യുന്ന ആളാണ്. യോഹന്നാൻ 1-ാം അധ്യായം തുടങ്ങുന്നത് തന്നെ, ഇതിലും വലിയത് നീ കാണും. നീ അത്തിയുടെ കീഴെ ഇരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് നീ എന്നെ വിശ്വസിക്കുന്നു. അതിലേലെ ഇതിനേക്കാൾ വലിയത് നീ കാണും. മനുഷ്യപുത്രന്റെ അടുക്കലേക്ക് ദൂതന്മാർ കയറുന്നതും ഇറങ്ങുന്നതും കാണും. യേശു ഒരത്ഭുതവും 1-ാം അധ്യായത്തിൽ ചെയ്തിട്ടില്ല. 2-ാം അധ്യായത്തിലാണ് അത്ഭുതം തുടങ്ങുന്നത്, കാനാവിലെ കല്യാണ വീട്ടിൽ. എന്നാൽ 1-ാം അധ്യായത്തിൽ യേശു വിളിച്ചു പറഞ്ഞു. വിളിച്ചു പറയുക, ആദ്യം വിശ്വാസത്തെ വിളിച്ചു പറയുന്നു. ഉയർത്തെഴുന്നേൽക്കും, സൗഖ്യമാകും, ദൈവത്തിന്റെ മഹത്വം കാണും, ഈ വിടുതൽ സംഭവിക്കും. സംഭവിക്കുന്നതിന് മുന്നമേ നാം അതിനെ പ്രഖ്യാപിക്കണം. ഇന്ന് വീടുകളിൽ നമുക്ക് വേണ്ടതും അതാണ്. നമ്മുടെ വീടുകളിൽ പറയണം, ഈ കടബാധ്യതയിൽ നിന്ന് പുറത്തു വരും. ഈ രോഗത്തിൽ നിന്ന് എൻ്റെ അമ്മ, എൻ്റെ അപ്പൻ, എൻ്റെ സഹോദരി, എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ്, എൻ്റെ കുഞ്ഞ് പുറത്തു വരും. ഈ കടക്കണികളെല്ലാം പൊളിഞ്ഞു പോകും. കർത്താവ് എൻ്റെ കൂടെയുണ്ട്, എനിക്കൊന്നിനും മുട്ടുണ്ടാവുകയില്ല പറയുക. ഉൽപ്പത്തി പുസ്തകം തുടങ്ങുന്നത്, ബൈബിൾ തുടങ്ങുന്നത് തന്നെ പറയലാണ്. പാഴ് ശൂന്യമായ ഭൂമിയെ നോക്കി ആഴത്തിൻ്റെ മീതെയുള്ള ഇരുളിനെ കണ്ടിട്ട് അത് പറഞ്ഞുകൊണ്ടിരുന്നെന്നല്ല, എന്തെല്ലാം ഉണ്ടാകണമോ ആ ഉണ്ടാകാനുള്ളത് വിളിച്ചു പറഞ്ഞു. ഇല്ലാത്തത് പറഞ്ഞുകൊണ്ടിരിക്കാനല്ല, ഉണ്ടാകാനുള്ളത് പറയുക. ഇല്ലാത്തത് പറയുന്ന ഒത്തിരി പേരുണ്ട്. എനിക്കതില്ല, ഇരുട്ടാണ്, മറ്റേതില്ല. എന്നാൽ യേശു ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം നോക്കിയേ, ഉണ്ടാകാനുള്ളതിനെ കുറിച്ച് പറഞ്ഞു, വിളിച്ചു വരുത്തുന്നു. വെളിച്ചം വരട്ടെ, പറവജാതി പറക്കട്ടെ, മൃഗജാതികൾ കൂട്ടമായി ജനിക്കട്ടെ, കൂട്ടമായി ജലജന്തുക്കൾ ജനിക്കട്ടെ, നല്ല സസ്യങ്ങളെല്ലാം മുളച്ചു വരട്ടെ, എല്ലാ നല്ല ഫലങ്ങളും ഉണ്ടാകട്ടെ. നല്ലത് എന്ന് ദൈവം കണ്ടു. സന്ധ്യയായി ഉഷസായി 6-ാം ദിവസം നല്ലത് എല്ലാം ഉളവാക്കുകയാണ്. ഉളവാക്കുന്ന വാക്കുകൾ പറഞ്ഞു തുടങ്ങുക. ഇന്നു മുതൽ ഉളവാക്കാനുള്ള വാക്കുകൾ പറഞ്ഞു തുടങ്ങുക. യേശുവിൻ്റെ നാമത്തിൽ അത് ഉണ്ടാകും. യേശുവിൻ്റെ നാമത്തിൽ അത് ഉണ്ടാകും. എൻ്റെ വീട്ടിൽ ഇന്നു മുതൽ ഉണ്ടാകും. എനിക്ക് വലിയ വിജയമുണ്ടായി. എൻ്റെ കുഞ്ഞിന് വലിയ റിസൾട്ടുകൾ ഉണ്ടാകും. എൻ്റെ വീട് ഞാൻ ഇവിടുന്ന് പൊളിച്ച് വലുതായിട്ട് പണിയും. അല്ലെങ്കിൽ ഞാൻ ഒരു പുതിയ ലാൻഡ് വാങ്ങി നല്ലൊരു വീട് വെക്കും. എൻ്റെ ഈ വണ്ടി മാറ്റാൻ പോവുകയാണ്, പുതിയ വണ്ടി. യേശുവിൻ്റെ നാമത്തിൽ അത് ഉണ്ടാകാൻ പോവുകയാണ് പറയുക. അവിടെ യേശു എന്ത് ചെയ്തു? യേശു പറഞ്ഞു, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതിന് മുമ്പ്
നാം ചെയ്യേണ്ട കാര്യം അതാണ്. അപ്പോൾ അവൾ പറഞ്ഞു, ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ഞാൻ അറിയുന്നു. അതെല്ലാവർക്കും അറിയാം. നമ്മുടെ വിഷയം അതാണ്. ഒടുക്കത്തെ നാളിൽ കാഹളം ധ്വനിക്കും, ഉയർക്കും. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇപ്പോഴും ഉയർക്കണ്ടേ? കാഹളം ധ്വനിക്കുമ്പോൾ ഉയർക്കുമെന്ന് വിശ്വസിക്കാൻ എളുപ്പമാണ്. അത് നമുക്ക് വലിയ റിസ്ക് ഇല്ലല്ലോ, നമ്മളിവിടുന്ന് പോയില്ലേ. എന്നാൽ ഇത് റിസ്ക്കാണ്. മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ നിൽക്കണം, ഉയർപ്പിക്കണം. മറ്റേത് ഉയർക്കുന്നതാണ്, ഇത് ഉയർപ്പിക്കുന്നതാണ്. ഉയർപ്പിക്കുന്നത് ഉയർക്കുന്നതും രണ്ടാണ്. നമ്മെ ദൈവമാക്കിയത് ഉയർക്കാൻ മാത്രമല്ല, ഉയർപ്പിക്കുവാൻ കൂടിയാണ്. എല്ലാവരും ഒന്ന് പറഞ്ഞേ, യേശു നമ്മെ തിരഞ്ഞെടുത്തത് അന്ത്യകാഹളത്തിൽ ഉയർക്കാൻ മാത്രമല്ല, അതിനു മുമ്പ് അനേകരെ ഉയർപ്പിക്കാൻ കൂടിയാണ്. ഇങ്ങനെയുള്ള വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയുക. വിശ്വാസത്തിൻ്റെ മുമ്പിൽ നിന്ന് ഒളിച്ചോട്ടം നടത്തരുത്. തങ്ങളെ ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിൽക്കുക. ഈ സാഹചര്യം വിട്ട് ഓടരുത്. ദൈവം അനുവദിക്കുന്ന മരണത്തിൻ്റെ സാഹചര്യങ്ങൾ, കല്ലറയുടെ സാഹചര്യങ്ങൾ, തീച്ചൂളകൾ, സിംഹത്തിൻ്റെ ഗുഹകൾ, ഇവിടെ നിന്നെല്ലാം ഒളിച്ചോട്ടം നടത്തരുത്. അവിടെ നിൽക്കുക, അവിടെ നിന്നു കൊടുക്കുക. ഒരത്ഭുതം കണ്ടിരിക്കും. എത്ര പേര് അതിന് ആമേൻ പറയും? അത്ഭുതം കണ്ടിരിക്കും. ഇവിടെ ഇപ്പോൾ മാർത്ത പറയുന്നു, ശരിയാണ് കർത്താവ്, ഒടുക്കത്തെ നാളിലാണ്, ഇപ്പോഴല്ല. കുറച്ചു മുമ്പ് പറഞ്ഞുള്ളവൾ, എന്നാൽ അവളിപ്പോൾ ഡയലോഗ് മാറ്റി. യേശു എവിടെയെങ്കിലും നെഗറ്റീവ് പറയുന്നത് കാണുന്നുണ്ടോ? ഇല്ല. കാലേബ് യോശുവയും പോസിറ്റീവ് കാര്യങ്ങൾ പറഞ്ഞു. ബൈബിളിൽ വിശ്വാസം പറഞ്ഞവരെ എല്ലാം ദൈവം മാനിച്ചിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഒരു നെഗറ്റീവ് വാക്ക് ദൈവത്തിന് വിരോധമായി പറയില്ലെന്ന് ഇന്നൊന്ന് തീരുമാനമെടുക്കുക. ജീവിതം മാറുന്നത് കാണും, വിടുതലുകൾ കണ്ടുകൊണ്ടിരിക്കും. അനുഗ്രഹത്തിൻ്റെ ഒരു സമൃദ്ധിയുടെ ഒഴുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഇത് പറയുന്നത് എനിക്ക് ഭയങ്കര പ്രതിഫലമാണ്. കാരണം ഞാൻ നിങ്ങളെ ഉറപ്പിക്കുകയാണ്, കർത്താവിൽ അങ്ങോട്ട് വിശ്വസിക്കുക. യേശു ഉണ്ടോ അവിടെ പുതിയത് ഉണ്ടായി വരും. ഇപ്പം ഇവള് പറയണത് ഒടുക്കത്തെ നാളിലാണ്, ഇപ്പോഴൊന്നും അല്ലെന്ന്. ലാസർ ഉയർക്കും ഒടുക്കത്തെ നാളിൽ, ഒരു 10,000-2000 കൊല്ലത്തിനപ്പുറം. അവളുടെ കണക്കനുസരിച്ച് ഇപ്പോഴും ലാസർ ഉയർക്കാറായിട്ടില്ല. എന്നാൽ യേശു അന്ന് തന്നെ ലാസറിനെ ഉയർപ്പിക്കാനാണ് വന്നത്. യേശു വന്നത് അതിനാണ്. ശിഷ്യന്മാർ വന്നത് അതിനല്ല, മരിക്കാൻ വന്നതാണ്. മാർത്ത വന്നതും ഉയർപ്പ് കാണണമെന്ന് ആഗ്രഹമില്ല, എന്നാൽ യേശു വന്നല്ലോ. ഏതായാലും 2 ഡയലോഗ് പറഞ്ഞേക്കാം. കർത്താവ്, നീ ഇവിടെ ഉണ്ടായില്ലല്ലോ, എന്തൊരു കഷ്ടമാണ്. എന്നാലും ഞങ്ങൾ ഇട്ടേച്ച്, നല്ലൊരു ആവശ്യം വന്നപ്പോൾ ഇട്ടേച്ച് പോയില്ലേ. എന്തോ ഒരു സാമ്പാർ ഞാൻ ഉണ്ടാക്കി തന്നാണ്, ഒരാവശ്യം വന്നപ്പോൾ കണ്ടില്ലല്ലോ. എനിക്ക് തോന്നുന്നു മാർത്ത ഒരു മലയാളിയാണെന്നാണ്, എന്തൊക്കെയോ പരാതി പറയുന്നു. പിന്നീട് നമ്മൾ വായിക്കുമ്പോൾ യേശു വന്നെന്നറിഞ്ഞപ്പോൾ മറിയ, ഗുരു വന്നിട്ടുണ്ട്, നിന്നെ വിളിക്കുന്നു എന്ന് മാർത്ത പോയി പറഞ്ഞു. ഇപ്പൊ യേശുവിനെ ആരെ കാണണം? മറിയയെ കാണണം. 28-ാം വാക്യം, സഹോദരിയായ മറിയയെ സ്വകാര്യമായി വിളിച്ചു, ഗുരു വന്നിട്ടുണ്ട്, നിന്നെ വിളിക്കുന്നു. യേശുവിനിപ്പോൾ മറിയയെ കാണണം. പാദപീഠത്തിൽ ഇരുന്നവരെ കർത്താവിനെ കാണണം. ഉയർപ്പിന് മുമ്പ് മറിയ അവിടെ എത്തണം. കാരണം ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ വിശ്വാസം വഹിക്കുന്നവർ യേശുവിൻ്റെ ഒപ്പം നിൽക്കണം. ഇപ്പം യേശുവിൻ്റെ ഒപ്പം ഒരു വിശ്വാസം ചുമക്കാൻ പറ്റിയ ആരുമില്ല. യേശു ഒറ്റക്കാണ്. എങ്കിലും മറിയ അവിടെ വരണം. മറിയ വന്നു, മറിയം കരയുന്നു, മാർത്തയും കരയുന്നു, യഹൂദന്മാർ കരയുന്നു. യേശു അവിടെ നിന്ന് കരഞ്ഞുപോയി. അവൻ്റെ ഹൃദയം വലുതാണ്, വിശാല ഹൃദയം, മനസ്സലിവുള്ള ദൈവം, സർവാശ്വാസങ്ങളുടെ പിതാവ്. യേശുവിൻ്റെ ആത്മാവ്, ഹൃദയ വിശാലതയും മനസ്സലിവുള്ള ആത്മാവ്. നമ്മുടെ ഒപ്പം സങ്കടങ്ങളിൽ ചേരുന്നവനാണ് നമ്മുടെ കർത്താവ്. താഴോട്ട് വായിക്കുമ്പോൾ 34, ഉള്ളംനൊന്ത് കലങ്ങി. യേശു കണ്ടിട്ട് യഹൂദന്മാർ കരയുന്നത് യേശു കണ്ടിട്ട് ഉള്ളംനൊന്ത് കലങ്ങി. അവനെ വച്ചത് എവിടെയെന്ന് ചോദിച്ചു. കർത്താവെ, വന്നു കാണുക എന്ന് പറഞ്ഞു. യേശു കണ്ണുനീർ വാർത്തു. പിന്നീട് നമ്മൾ വായിക്കുന്നത്
കർത്താവെ, നാറ്റം വെച്ച് തുടങ്ങി 4 ദിവസമായി. ഇടക്ക് മാർത്ത തടസ്സമിടുന്നുണ്ട്. വേണ്ട കർത്താവേ, ഇനിയിപ്പോൾ ലാസറിനെ പുറത്ത് കൊണ്ടുവരണ്ട. ഇനി പുറത്ത് കൊണ്ടുവന്നാലും കണ്ണു തുറന്നാലും ഞങ്ങൾ തന്നെ നോക്കണ്ടേ? എന്തൊരു മെനക്കേടാ. ഇനി ചെറുതായിട്ടാട്ടെ, ഇനി തളർന്നാട്ടെ കിടന്നാൽ പിന്നെ ജീവിതകാലം മുഴുവൻ നോക്കും. എനിക്കാണെങ്കിൽ അടുക്കളയിലെ പണിയും മുറ്റത്തെ പണിയും തീരുമില്ല. മറ്റവർക്ക് ബൈബിളും വായിച്ചുകൊണ്ടിരുന്നാൽ ഇത് എൻ്റെ തലയിൽ വരുമോ? കർത്താവിനെ വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. ഒറ്റ കാര്യമുള്ളൂ, വിശ്വസിക്കുക. ബൈബിൾ വായനയും പ്രാർത്ഥനയിലൂടെ നമുക്ക് കിട്ടുന്നത് ഒരു പാരമ്പര്യം ഉണ്ടാക്കലല്ല. വിശ്വസിക്കുക. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. കല്ലുരുട്ടി മാറ്റാൻ യേശു പറഞ്ഞു. കല്ലുരുട്ടി മാറ്റി. എന്നിട്ട് യേശു അവിടെ നിന്നുകൊണ്ടൊന്ന് പറഞ്ഞു. എന്താ പറഞ്ഞത്? 41 മുതൽ, പിതാവേ, നീ എൻ്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. എപ്പോഴും നീ എൻ്റെ അപേക്ഷ കേൾക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. എങ്കിലും നീ എന്നെ അയച്ചു എന്ന് ചുറ്റും നിൽക്കുന്ന പുരുഷാരം വിശ്വസിക്കേണ്ടതിന് അവരുടെ നിമിത്തം പറയുന്നു. നീ എന്നെ അയച്ചു എന്ന് ഞാൻ രാപ്പോസ്തലനാണെന്ന് എല്ലാവരും അറിയണം. നീ എന്നെ അയച്ചു എന്ന് എല്ലാവരും ഒന്ന് അറിയേണ്ടതിന് ഇവരുടെ നിമിത്തം പറയുന്നു. ലാസറെ പുറത്തു വാ. നമുക്ക് കാര്യം അറിയാം. ലാസർ പുറത്തു വന്നു. യഹൂദന്മാർ കൂടി വന്നവരെല്ലാം യേശുവിനെ വിശ്വസിച്ചു. ആരും അവിടെ കല്ലെറിഞ്ഞില്ല. യഹൂദന്മാർ മാത്രമല്ല, ശിഷ്യന്മാർ യേശുവിനെ വിശ്വസിച്ചു. മാർത്ത വിശ്വസിച്ചു, മറിയ വിശ്വസിച്ചു. അവിശ്വാസത്തിൻ്റെ ദുഷ്ടഹൃദയങ്ങളെ യേശു വിശ്വാസത്തിൻ്റെ ശക്തി കൊണ്ട് തോൽപ്പിച്ചു കളഞ്ഞു. അപ്പോൾ നമ്മുടെ ചുറ്റും കൂടിയിരിക്കുന്ന അവിശ്വാസ ഹൃദയങ്ങളെ നമുക്ക് എങ്ങനെ മാറ്റിമറിക്കാം? വിശ്വാസം, only believe. വിശ്വസിക്കുക മാത്രം ചെയ്യുക. യായിറോസിനോട് കർത്താവ് പറഞ്ഞ പോലെ ഭയപ്പെടരുത്, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഒറ്റ കാര്യമാണ് നമുക്കുള്ളത്. പേടിക്കണ്ട, വിശ്വസിച്ചാൽ മാത്രം മതി. നമ്മുടെ വീട് മാറി മറിയും, നമ്മുടെ വീട് ഉയരും. ഒരിക്കലും നടക്കാത്ത കാര്യങ്ങളെല്ലാം നടക്കും. കർത്താവിൻ്റെ വലിയ ബലം നമ്മൾ കാണും. നമുക്ക് വിശ്വാസത്തോടുകൂടി ഒന്ന് പ്രാർത്ഥിച്ചാലോ? യേശു കർത്താവേ, ഇന്ന് ഈ വചനം കേട്ട ഞാനും ഇവരും ഞങ്ങൾ ഒരുമിച്ച് വിശ്വസിക്കുന്നു. അസാധ്യതകളുടെ വലിയ കല്ലുകൾ ഞങ്ങൾ പലതിലും ഇനി ഒരിക്കലും പുറത്തു വരാതിരിക്കാൻ ഉരുട്ടി വെച്ചിട്ടുണ്ട്. തീർന്നു എന്ന് പറഞ്ഞ് ഞങ്ങൾ ഉരുട്ടിവെച്ച കല്ലുകൾ അങ്ങയുടെ കൽപ്പനയാൽ ഞങ്ങൾ തിരിച്ചു മാറ്റുന്നു. യേശുവിൻ്റെ നാമത്തിൽ അത് ദുർഗന്ധമായി തീർന്നു, ഇനി ഒരിക്കലും ലോകം കാണില്ലെന്ന് പറഞ്ഞത് യേശുവിൻ്റെ നാമത്തിൽ ജീവനോടെ പുറത്തു വരുമെന്നും, ബിസിനസ്, ജോലി, ചീഞ്ഞു നാറിയ കുടുംബജീവിതം, തകർച്ച എല്ലാം മാറി ഒരു വലിയ നന്മകൾ പുറത്തു വരുന്നത്, ലാസർ പുറത്തു വന്നതുപോലെ പുറത്തു വരുന്നത് ഞങ്ങൾ കാണും. ഇത് കേൾക്കുന്ന ഓരോ വീടുകളിലും തീർന്നു എന്ന് പറയുന്നത് വീണ്ടും ആരംഭിക്കട്ടെ. ഒരു പുതിയ ആരംഭം, ഒരു പുതിയ ആരംഭം സംഭവിക്കട്ടെ. സൗഖ്യങ്ങളും വിടുതലുകളും ഉയർച്ചകളും മാന്യതകളും ഉണ്ടാകട്ടെ. എല്ലാവരും വിശ്വസിക്കട്ടെ. അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ. ആമേൻ. വെറും വിശ്വാസം, അതുകൊണ്ട് നേടിയെടുക്കാൻ കഴിയാത്തതായിട്ട് ഒന്നുമില്ല. കർത്താവിനോട് പറ്റിച്ചേർന്ന് നിൽക്കുക, വിശ്വാസം മാത്രം പറയുക, അത്ഭുതം നടക്കുന്നതിന് മുമ്പേ അത് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുക, അത്ഭുതം നടന്നിട്ട് സ്തോത്രം ചെയ്യുക. കർത്താവ് സഹായിക്കട്ടെ. നമുക്ക് നാളെ നല്ലൊരു സഭായോഗമുണ്ട്. പ്രൈസ് ജനറേഷൻ ചർച്ചിൽ വെച്ച്, ആലപ്പുഴയിലെ കളർകോട്ടാണ്. നിങ്ങൾക്ക് വരാൻ താല്പര്യമെങ്കിൽ വരണം. രാവിലെ 8 മണി മുതലാണ്. മീറ്റിങ്ങിന് ശേഷം വ്യക്തിപരമായി കാണാനും പ്രാർത്ഥിക്കാനും സമയമുണ്ട്. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. തിങ്കളാഴ്ച മുതൽ ജീസസ് എവരിഡേ ഇനിയും തുടരും. യോഹന്നാൻ്റെ സുവിശേഷം തുടരും. യോഹന്നാൻ്റെ സുവിശേഷം തീരുന്നതിനുള്ളിൽ നിങ്ങളുടെ അനേക പ്രശ്നങ്ങൾ തീർന്നിരിക്കും. നിങ്ങളുടെ സാഹചര്യങ്ങൾ മാറിയിരിക്കും. ഈ മിനിസ്ട്രിയെ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുണ്ടോ? ഞങ്ങളെ അറിയിക്കുക. കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കട്ടെ. ഈ ബന്ധം എന്ന് നമുക്ക് തുടരാം. കർത്താവിൻ്റെ വരവ് വരെ യേശുവിനെ ഉയർത്താം. ഗോഡ് ബ്ലെസ് യു.